ഇന്ന് രാത്രികാലം നമുക്കായി ദൈവദാസന്മാർ ദൈവം ശക്തമായ നിലകളിൽ ഉപയോഗിക്കും. അത് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിട്ടാണെന്ന് തോന്നുന്നു പ്രകാരം ഒരു മീറ്റിംഗൊക്കെ നടത്തുവാൻ ഇടയായി തീർന്നത്. ആമേൻ. നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അന്യം നിന്ന് പോയതാണ്. ഞങ്ങളൊക്കെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് ഫെലോഷിപ്പിൻ്റെ കമ്മിറ്റി ആയിരുന്നപ്പോൾ ഇങ്ങനെ ലോഗോസ് മീറ്റിംഗ് എന്ന പേരിൽ ഈ പ്രകാരമുള്ള മീറ്റിങ്ങൊക്കെ ഞങ്ങൾ അനേക സഭകളിൽ നടത്തിയിട്ടുണ്ട്. കർത്താനാഥൻ ജിജോ മോഹൻ പാസ്റ്റർക്കൊക്കെ അറിയാം, തങ്കച്ചൻ മാസ്റ്റർക്കൊക്കെ അറിയാം. പ്രൈസുള്ള പലർക്കും അറിയാം, പലർക്കും അറിയത്തില്ല. അന്ന് ആ പ്രാർത്ഥന ഒരു വലിയ ഒരു അനുഗ്രഹമായിരുന്നു. പകൽക്കാലമൊക്കെ ഇന്നത്തെ പോലെ വാഹന സൗകര്യം, വണ്ടിയെ പോക്കൊന്നുമില്ല. അമ്മ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയാണ് വരുന്നത്. രാവിലെ വരും, പകലൊക്കെ അവിടെ വിസിറ്റ് ചെയ്യും. അന്ന് പരസ്യമൊക്കെ നടത്താൻ പറ്റത്തില്ല. നമ്മൾ മറ്റും ആദ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ തങ്കച്ചൻ പാസ്റ്റർ ആദ്യത്തെ സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമ്മോട് സംസാരിക്കും. അതിനുശേഷം ദൈവസഭകളുടെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജിജോ മോഹൻ പാസ്റ്ററും തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനാപൂർവ്വം എല്ലാ ദൈവമക്കളും ആയിരിക്കാൻ എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ബഹുമാനിയ കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷയ്ക്കായി കർത്തൃനാമത്തെ ക്ഷണിച്ച് ഞാൻ ദൈവസഭയിലിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ദൈവസഭയുടെ യൂത്ത് മീറ്റിങ്ങിൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുവാൻ ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്ത വലിയ ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇവിടെ പ്രവർത്തിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ അതിന് നേതൃത്വം നൽകിയത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുമായി ചില നിമിഷങ്ങൾ ദൈവസേനയിലായിരിക്കും ദൈവം സഹായിച്ചല്ലോ. നമ്മുടെ സഭയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പ്രിയ ലിജോമോൻ, ഈ സഭയുടെ അധ്യക്ഷനായി സേവനം അനുഷ്ഠിക്കുന്ന യൂത്തിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാം ഏത് നിലയിലാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടെ അവരെല്ലാം ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ പ്രിയ പിതാവ്, പ്രിയപ്പെട്ടവർ, ഞാനിവിടെ കടന്നു വന്ന ഒരു മാസയോഗത്തിനായി ഇതിൻ്റെ ഉദ്ഘാടനവും ഒക്കെ ആയിട്ട് കടന്നു വന്നു. ഫെലോഷിപ്പിൻ്റെ എല്ലാ ചർച്ചകളിലും ഞാൻ ഇരുന്നിട്ടില്ല. ചില ചെറിയ ചർച്ചകളിലൊക്കെ ഇരുന്നപ്പോൾ എല്ലാവർക്കും എന്നെ നല്ല പരിചയം പോരാ. ബഹുമാന്യ ദൈവദാസൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, ഒരു കാലത്ത് ഓൾ നൈറ്റ് പ്രാർത്ഥനയുടെ പ്രാധാന്യത. ഞങ്ങളുടെ മുൻപിൽ സമയമില്ല, 9:30 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞ് സ്പീഡിലിരിക്കും. ബഹുമാന്യ ദൈവദാസന് ശുശ്രൂഷിക്കട്ടെ. ഞാൻ ഒക്കെ ഇറങ്ങി തിരിച്ച് ഞാൻ 87 സ്നാനപ്പെട്ടയാളാണ്. 1987 സ്നാനപ്പെട്ടു. 88 കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അതിനുശേഷമാണ് ബൈബിൾ കോളേജിൽ പോകാൻ ദൈവം ഇടയാക്കിയത്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഏതാണ്ട് 3 വർഷക്കാലത്തോളം തിരുവഴുത്ത് പഠിക്കുവാനിടയായി. പഠിച്ചതൊന്നും മനസ്സില്ല എന്നതാണ് വേറൊരു വസ്തുത. സ്തോത്രം. വളരെ ഈ പരസ്യയോഗങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളൊരു കാലമാണ്. എൻ്റെയൊക്കെ യൗവനത്തിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഏതാ ഈ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ആത്മീയ പിതാവ്, അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾക്ക് പരിശോധന കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കും, ഞങ്ങൾ എന്തു ചെയ്യും? ഏറ്റുപറയും. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ബാക്കി പറയണം, അറിയാവുന്നവർ കേട്ടോ. സ്തോത്രം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റുപറയും. അതിൻ്റെ പേരുണ്ട്, എന്തുവാ? ഇന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ വയ്യ ആർക്ക്. സ്തോത്രം. ഞാൻ ലോകം വളർന്നു, ആധുനികത വളർന്നു, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ എൻ്റെ കാലഘട്ടം ഞാൻ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു
യുവാസം പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്തില്ല ആർക്കും. പക്ഷെ അന്ന് അങ്ങനെ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പം നിർത്താൻ സമയമില്ല. ദൈവജനം പെട്ടെന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഒരു അവസരം എന്താണെന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയും. ആ ജീവിതം, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ മുന്നോടി എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് വെച്ചിരുന്നൊരു മാർഗമുണ്ട്. അതൊക്കെ നമ്മൾ മറന്നാണ് ഇന്ന് പോകുന്നത്. അത് വേറൊരു വസ്തുതയാണ്. സ്തോത്രം. ഇപ്പോൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ദൈവജനത്തിന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. തിരുവെഴുത്തമ്മയെ പഠിപ്പിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി എന്ത് ചെയ്യല വിട്ടുപോകുകയില്ല. അപ്പോൾ നമ്മെ പറ്റി പിടിച്ചു നിൽക്കുന്ന ചില വ്യാധികളുണ്ടല്ലേ, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മറിച്ചു കളയുന്ന, നമ്മുടെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന, നമ്മെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, പാടേണ്ട, ആരാധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുന്ന ചില പ്രതികൂലങ്ങളുണ്ട്. അതിനെ നമ്മൾ എന്താ പറയാറുള്ളത്? സാത്താനാണെന്ന് പറയും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വെറുതെ ഈ പുള്ളിയെ കുറ്റം പറയില്ല. സ്തോത്രം. അവനല്ല ഇതിനൊന്നും ഉത്തരവാദി. ഞാൻ മുൻപോട്ട് പോകുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു വാക്യം വായിച്ച് ഇത്രയും പെട്ടെന്ന് എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. മതി. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. നിന്റെ മക്കളെ കരങ്ങളിൽ തരുന്നു, അടിയനെയും താഴ്ത്തുന്നു. വചനം വായിച്ചിട്ടുണ്ട്. അല്പസമയം പാതവിടെ ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും എങ്ങനെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങൾ പാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പം ഇത് നമുക്ക് ഒന്ന് ക്രോഡീകരിച്ച് വരണമെങ്കിൽ വളരെ സമയം എടുക്കും. ഞാനത് ഒന്ന് ഷോർട്ടായി പറഞ്ഞ് എൻ്റെ അറിവിൽ തക്കതുപോലെ സൂചിപ്പിച്ച് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവവചനത്തിൻ്റെ ആധികാരികത സൂചിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് വചനം? യോഹന്നാൻ 1:1 വായിച്ചാട്ടെ. ആദിയിൽ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ ചിന്തിക്കുക, ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. അഖിലാണ്ട സൃഷ്ടികൾക്ക് മുമ്പ്, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് അവൻ അനാദിയായും ശാശ്വതമായും ഉണ്ട്. ഒന്ന്, സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെ മേൽ തൻ്റെ സൃഷ്ടി പതിഞ്ഞിരുന്നു. കാരണം ഈ ലോകത്തിനൊരു മാറ്റം വരുമെന്നും മനുഷ്യരാജിക്ക് ഒരു മാറ്റം വരുമെന്നും കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് ഒരു മാറ്റം വരുമെന്നും വലിയവനായ തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് അവൻ സകല സൃഷ്ടിയെയും നോക്കിയിട്ട് മൗനമായിരുന്നു. പക്ഷേ തൻ്റെ പുത്രനെ നോക്കി. കാരണം അവൻ പ്രധാന ശില്പിയായി യഹോവയായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ശ്രദ്ധ തൻ്റെ മകൻ്റെ മേലായിരുന്നു. എന്താണ്? ഈ ലോകത്തെ വീണ്ടെടുക്കണമെന്ന് വരിയിൽ, ഈ മനുഷ്യരാശി വീണ്ടെടുക്കണമെങ്കിൽ പാപമില്ലാത്ത, പാപം ചെയ്യാത്ത ഒരു ബലി ഇവിടെ ആവശ്യമാണ്. ഒരു തകർപ്പ് ആവശ്യമാണ്. രക്തം ചൊരിഞ്ഞേ മതിയാകുകയുള്ളൂ. നമുക്ക് യാഗത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നതാണ്. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു.
വചനം എങ്ങനെയായിരുന്ന? ദൈവത്തോട് തെളിവായില്ലേ? ഇപ്പൊ സൃഷ്ടിക്കുന്ന എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു അല്ലേ? ആ വചനമാണ് മനുഷ്യൻ ഈ ലോകത്തിൻ്റെ വേർപിടിപ്പിക്കുന്നത്, പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നത് വചനമാണ്. അപ്പോൾ വചനത്താൽ അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ കഴിയില്ല. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, വചനമാണ് നമുക്ക് ജീവൻ. അവിടെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും. എനിക്ക് എൻ്റെ സന്ധ്യയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ജീവനുള്ള ആ ചാഞ്ചാട്ടമൊക്കെ കണ്ട് സന്തോഷം തോന്നി അല്ലേ? അത് ജീവനല്ലേ? സ്തോത്രം. ഈ ജീവൻ ഉണ്ടാകുന്ന എങ്ങനെയാ? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ ഇത് വെറുതെ ഇരിക്കാൻ തോന്നുകയല്ല. സ്തോത്രം. അതെന്ത് ചെയ്യും? തുള്ളും. അപ്പം ഇത് തുള്ളണമെന്ന് എന്ത് ചെയ്യണം? നമുക്ക് ജീവൻ ഉണ്ടാകണം. ജീവൻ ഉണ്ടാകണം എന്ത് ചെയ്യണം? വചനം അകത്തു ചെല്ലണം. വചനം അകത്തില്ലാത്ത വിശ്വാസം എന്താ? വിശ്വാസം എന്താ? സ്തോത്രം, നിർജീവമാണെന്ന. അപ്പൊ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വചനമാ. സങ്കീർത്തനം വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. വചനത്തെ കവിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ വചനമയച്ച് സൗഖ്യം തന്നു, വചനമയച്ച് വിടിവെച്ചു. അവൻ രോഗത്തിന് സൗഖ്യം കൊടുത്തത് ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ കണ്ടിട്ട് വലിയവനായ തമ്പുരാൻ തൻ്റെ പ്രവാചകനോട് ചോദിച്ചു, യഹോവയായ ദൈവമേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് രാത്രി ചിലതൊക്കെ ജീവിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ചില താലന്തുകൾ അല്ലെങ്കിൽ എവിടെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വചനത്തിന് വിപരീതമായി നമ്മെ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രു നമ്മെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചോണം. ചില ജീവൻ പ്രാപിക്കണം, ചില ചൈതന്യം പ്രാപിക്കണം, ചില ദർശനം പ്രാപിക്കണം, ചില വെളിപ്പാടുകൾ പ്രാപിക്കണം. എന്തിനാണ്? വചനം ഉള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ വചന വെളിപ്പാടോടെ ദർശനത്തോടെ നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യഹോവയായ ദൈവം യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, പ്രവാചകനെ, ഈ അസ്ഥികൾ. സ്തോത്രം. എവിടെങ്കിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ മൊഴിരാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ, സ്തോത്രം, ഉണ്ടോ? ഇല്ലെന്നേ. എത്ര സമയമുണ്ട്? നമ്മളിപ്പോ കാഫ പബ്ലിസിറ്റി ഫുള്ള. സ്തോത്രം. എന്താ അതെ, നമ്മള് പണ്ടൊക്കെ ഈ ബസ്സിൽ കയറുമ്പം കണ്ടക്ടറോട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യം പറയുന്ന അവര് ഫുള്ളും. അപ്പൊ ഇന്നത് ഫുള്ള അല്ല. സ്തോത്രം. നമ്മുടെ സഭയിലൊക്കെ 3 ദിവസം ഉപവാസപ്പാടത്തിന് വെക്കുമല്ലേ? റോസമാമയുടെ ഒക്കെ സഭയിൽ. ഇവിടുത്തെ സഭയിലില്ല. ഞായറാഴ്ച 1 മണിയാകുമ്പോ എന്താ പറയും? അപ്പൊ എത്ര ദിവസമായി തുടങ്ങുന്നപ്പോഴാ? വചനത്തെ കുറിച്ചായി പറഞ്ഞു വരുന്നത്. അപ്പൊ വചനം ഉള്ളിലില്ലെങ്കിൽ നമ്മളെ ക്രിയകളെല്ലാം മാറിപ്പോകും. 10 മണിക്ക് ആരാധന തുടങ്ങാം, 10 മണിക്ക് ഉപവാസം തുടങ്ങണം, 12 മണിക്ക് വരും. എല്ലാവർക്കും വരാൻ താമസം, പക്ഷെ പോകാൻ എന്തില്ല. നമുക്ക് വരാനിച്ചിരി ആരാധിക്ക് വരാനിച്ചിരി താമസമാ. എത്ര സ്പീഡിൽ നമ്മൾ വരുന്നത്, പക്ഷെ പോകാൻ നേരത്തുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ കണ്ണുമഴപ്പീരും. പാഷയുടെ മുഖത്തോട്ട് നോക്കും, ക്ലോക്ക് നോട്ടും, പുസ്തകം അങ്ങോട്ടൊന്ന് മടക്കി വെക്കും, ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കും, ഒന്ന് അടുക്കി വെക്കും, പിന്നെ ഒന്ന് താത്തു വെക്കും. എന്താ പാഷൊന്ന് കണ്ടോട്ടെ, ഒന്ന് ആശീർവാദം പറഞ്ഞോട്ടെ. ഇതല്ല. ഈ വചനത്തെ വിശ്വസിക്കുന്നവൻ വചനത്തെ ഭയക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാ വചനത്തിന്റെ പവർ. അപ്പൊ നമ്മൾ വചനം ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നതിന് യാതൊരു മടിയും വരികയില്ല. എന്താ കാരണം? ഉള്ളിൽ വചനമുണ്ട്, ഉള്ളിൽ ജീവനുണ്ട്. ആ വാക്യം വായിച്ചേ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ. പിന്നെ അതിന് ചൈതന്യമുണ്ട്. ചൈതന്യം കാണാൻ എത്ര രൂപഗുണം ഇല്ലെങ്കിലും വചനം ഉള്ളിൽ ചെല്ലും. വചനത്തിലൂടെ നമ്മുടെ മുഖപ്രകാശമൊക്കെ കാണുമ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ തേജസ് കണ്ട് ജനം ഭയന്നുപോയി.
ഉണ്ടോ? അല്ലല്ല, മോശയുടെ രൂപം കണ്ടല്ല, മോശ ദൈവത്തിൻ്റെ സന്നിധി നിന്ന് അല്ലല്ല ദൈവത്തിൻ്റെ പ്രമാണവുമായി കടന്നു വന്നപ്പോൾ മോശയുടെ മുഖഭാവം കണ്ടപ്പോൾ ജനം ഭയന്നു. എന്താ കാരണം? ദൈവ തേജസ് കൊണ്ട് മോശ നിറയ്ക്കപ്പെടുവാനിടയായി. ആത്മാവിന്റെ തിളക്കത്തോടെ അവൻ മുഖത്തിന്റെ ചൈതന്യം, ആത്മനിറവിൽ ഇന്ന് രാത്രികാലം ദൈവാലയം കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, ആരാധനയുടെ മധ്യത്തില് ദൈവ തേജസ് ഉണ്ടാകണം. മൗനമല്ല, ദൈവത്തിന് ഐശ്വര്യവും മനോഹരതയും. അതാ ദൈവം ആഗ്രഹിക്കുന്നേ. നമുക്കതില്ലെന്നല്ല പറഞ്ഞ കേട്ടോ, നമുക്കെല്ലാം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ മോശ കണ്ട്, പക്ഷെ ആ ഭാഗത്ത് മോശ വന്നപ്പോൾ മോശ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു. മോശ എന്താ പറഞ്ഞത്? സ്തോത്രം. മോശയോട് ദൈവം ചോദിച്ചത് പ്രമാണമാക്കി അവർ തല്ലിപ്പിടിച്ച് കളഞ്ഞിരിക്കുക അല്ലേ? മോശയ്ക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു. ഭയന്നെങ്കിലും നമ്മൾ പലപ്പോഴും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവിക ആലോചന പ്രകാരം നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ശത്രു എന്ത് ചെയ്യും? പരാജയത്തിൻ്റെ ആത്മാവ് നമ്മെ പരാജയപ്പെടുത്തുവാനിടയാകും. സ്തോത്രം. അപ്പം ജീവൻ, ചൈതന്യം, പിന്നെ എന്താ വായിക്കുന്നേ? ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത്. എന്തിനാ ഈ വാളിൻ്റെ പ്രത്യേകത എന്താ? ഈ ചരിത്ര പുസ്തകത്തിൽ ഞാൻ ഒരിടത്ത് ചെറിയ കഥ കാണുവാനിടയിൽ. എന്നറിയാമോ? ഈ ഏദൻ പർദീസയെക്കുറിച്ചൊരു കഥ കണ്ടു. ഇങ്ങനെയാണ്: ഏദൻ പർദീസയിൽ ആദമും ഔവയും പാപം ചെയ്ത് അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയവനായ തമ്പുരാൻ ആ തോട്ടത്തിന് ഒരു ഗേറ്റ് അവിടെ ഫിറ്റ് ചെയ്തു. ആ ഫിറ്റ് ചെയ്തപ്പോൾ അവിടെ 2 ദൂതന്മാരെ നിർത്തി. അപ്പൊ ഈ ദൂതൻ, യെഹെസ്കേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആത്മാവ് 4 ജീവികളെ കുറിച്ച് നമ്മളെ കാണുവാൻ കഴിയും. മുൻപോട്ട് പോകണമെങ്കിൽ അവർ തിരിയണ്ട. അതാ ഇരുവായ്ത്തലയുള്ള, അവർക്ക് 2 മുഖം എന്ന് പറഞ്ഞാൽ 2 ഫ്രണ്ട് വാൾസ് ഉണ്ട്. എങ്ങോട്ട് പോകണമെന്ന് ദൈവാത്മാവിൻ്റെ അതിൽ വാള് എങ്ങോട്ട് എപ്പോൾ എങ്ങനെ ചലിക്കണമെന്ന് ആരുടെയും ഒരു അനുവാദം വേണ്ട. ആരും ഒന്നും ചിന്തിക്കേണ്ട, ആരും നമ്മൾ അതിനെ ആശ്വസിക്കേണ്ട, ആരും അതിനെ അല്ലേലൂയ നിർജീവപ്പെടുന്ന ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ വാള്, വചനമാകുന്ന വാള് ആരെ എപ്പോൾ എങ്ങനെ ശുദ്ധീകരിക്കണം, എങ്ങനെ വെട്ടണം, എങ്ങനെ മുറിക്കണം, എങ്ങനെ അവനെ പണിയണം, എങ്ങനെ അവനെ തകർക്കണമെന്ന് നമ്മളാരും പറയണ്ട. ദൈവത്തിനറിയാം. അതാ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. അടുത്തത് ആത്മാവിനെയും സന്ധിമഗ്നകളെയും അപ്പൊ ആത്മാവ് എന്ത് ചെയ്യണം? ആത്മാവിനെ വേർപിടിക്കണം. അവിടെ മുകളിലൊരു വാക്യം കയറ്റി വായിച്ചേ. പ്രാണനെയും നമ്മുടെ ശരീരത്ത് എന്തൊക്കെയുണ്ട്? പ്രാണനുണ്ട്, ആത്മാവുണ്ട്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? വേർപിടിക്കുന്ന വരെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വേർപാട് ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വലിയ വേർപാട് ആവശ്യമാണ്. അതെന്താ ചെയ്യുന്നത്? ആത്മാവിനെയും സന്ധിമഗ്നകളെയും തുളച്ചു ചെല്ലുന്നതും. പിന്നെ അടുത്തത് ഹൃദയത്തിലെ ചിന്തനകൾ. പ്രവചിക്കുമെന്നും വേണ്ട കാര്യം. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണെന്ന് ദൈവാത്മാവിന് അറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ നമ്മൾ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവാത്മാവിന് കൃത്യമായിട്ടത് ചിന്തനങ്ങളെ, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും നിരൂപണങ്ങളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, അവനെ ശുദ്ധീകരിക്കുവാൻ, അവൻ്റെ ഹൃദയത്തിലെ ഭാവങ്ങൾ മാറുവാൻ, ഉന്നത ഭാവം, നെഗള സ്വഭാവം, ഞാൻ എന്നുള്ള ഭാവം, ഇതൊക്കെ മാറണമെന്ന് വരിൽ യേശു ക്രിസ്തു ആകുന്ന വചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ, അവൻ്റെ രക്തം നിന്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ, അതിനെ ആ രക്തം കൊണ്ട് കഴുകുന്ന ദൈവവേദില് നിന്റെ ഉള്ള് ഒന്ന് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ വിടുതൽ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്നുള്ള ഭാവം, നെഗളം, ഉന്നതം, ഇതെല്ലാം മാറി എളിമപ്പെടണം. സഹോദരനെ സ്നേഹിക്കുവാൻ പഠിക്കണം, പഠിപ്പിക്കണം. ഹല്ലേലൂയ. നിർമ്മലത. സ്തോത്രം. സഹോദരൻ നിന്നേക്കാൾ, വചനത്തിന്റെ പ്രത്യേകതയാ, ശ്രേഷ്ഠനെന്ന് എന്ത് ചെയ്യണം? എണ്ണണം. ഹല്ലേലൂയ.
നമ്മുടെ ശുശ്രൂഷയിൽ, ആരാധനകളിൽ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നു: നാം എത്രമാത്രം താഴുന്നുവോ അത്രമാത്രം ദൈവം നമ്മെ ഉയർത്തുവാനിടയാകും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, ഉയർത്തപ്പെടുന്നവരെല്ലാം താഴ്ത്തപ്പെടും. അതാ വചനം, അതാ ചിന്തകൻ, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അറിയുന്നവനാ ദൈവം, അല്ലേ? നമ്മൾ എത്ര ഉയരാൻ ശ്രമിച്ചാലും ദൈവം വിചാരിക്കാതെ, അല്ലേ? സ്തോത്രം. ഈ ശൗലിനെ ദൈവം ഉപയോഗിച്ചാണോ? ശൗലിനെ ദൈവം അഭിഷേകമൊക്കെ ചെയ്തതാ. പക്ഷേ ആരുടെ നിയോഗപ്രകാരം തിരഞ്ഞെടുത്തേ? ആരുടെയാ? ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തോടുള്ള മൽപ്പിടുത്ത മുഖാന്തരം ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾ ഭരിക്കുവാൻ ഞങ്ങൾക്കൊരാൾ വേണം. നമ്മളിത് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുക. പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയിൽ തീയിറങ്ങണം. അത് വചനം വെച്ച് വേണം ദൈവത്തോട് വാദിക്കുവാൻ. ദൈവമേ, ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നുണ്ട്, ഈ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ വചനം അയച്ചവൻ വിടിവെക്കുന്നവനാ, വചനം അയച്ചവൻ സൗഖ്യം കൊടുക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഈ സ്തേഫാനോസ് സുവിശേഷം പറഞ്ഞ പരീക്ഷിക്കപ്പെട്ടത്. സ്തേഫാനോസിൻ്റെ കഥ പിൻപുമില്ല മുമ്പുമില്ല. ഇന്ന് ശൗല സ്തേഫാനോസിൻ്റെ വസ്ത്രം സൂക്ഷിച്ചയാളാ. ഒരു കൂട്ടം ജനം നിന്ന് സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ ചരിത്രം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അവർ നിറകണ്ണുകളോടെ സ്തേഫാനോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, ജനമൊത്ത് അല്ലെങ്കിൽ ആർത്തുഘോഷിക്കുമ്പോൾ, ഒരു കൂട്ടം ദൂതന്മാർ സ്തേഫാനോസിന്റെ അല്ലേലൂയ തലയ്ക്ക് മുകളിൽ കിരീടം വലയം ചെയ്യുമ്പോൾ, അല്ലേലൂയ ഭക്തന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അവന് സ്വർഗത്തിലെ കിരീടം, അവന്റെ തലമേൽ വെക്കുന്ന ഓരോ കല്ലുകളും ഓരോ മുൾക്കിരീടങ്ങളും സ്വർഗത്തിൽ അവന്റെ മുത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പരീക്ഷണങ്ങളും തകർച്ചകളും ആത്മാവിന്റെ തിളക്കുന്ന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലേലൂയ ഈ ലോകത്തിന്റെ ചരിത്രം നിന്നെ കല്ലെറിയുമ്പോൾ, ഈ ലോകത്തിന്റെ പരാജയം നമ്മെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന ദൈവ പൈതലേ, അതാണ് നീ താഴുന്നുവെങ്കിൽ സ്വർഗത്തിനെ ഉയർത്തുവാൻ ഇടയാകും. വേദപണ്ഡിതന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നു: സ്തേഫാനോസേ, ദൈവപുത്ര, നിന്റെ അല്ലേലൂയ നിന്റെ ശിരസ്സിന്മേൽ പണിയുന്ന ഓരോ കല്ലുകളും സ്വർഗത്തിൽ നിന്റെ അല്ലേലൂയ അവന്റെ കിരീടത്തിന് മുത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങൾ ശോഭിക്കണമെങ്കിൽ, ഈ ലോകത്തിന്റെ കഷ്ടതയിൽ നീ ജയിക്കണമെങ്കിൽ, ആത്മാവിൽ തേങ്ങലോടെ ഉയർത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടത തീച്ചൂളയിൽ കൂടെ യാത്ര ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. കാടും മലകളും കയറി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആരാധിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ വിത്തുകൾ വാരി വിതറുവാൻ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഇതാ അസ്ഥികൾ ജീവിക്കുമോ? ഇവിടെ യഹോവ ചോദിക്കുക, അസ്ഥി ജീവിക്കുമോ? എന്നാ പ്രവാചകൻ പറയുന്ന എന്തൊരു കാര്യം പറയുന്നു: യഹോവേ, നീ അറിയുന്നു. അല്ലേ? നമ്മളാണ് എന്തോ പറയും, പിന്നെ ജീവിക്കുമെന്നേ ഒരാലോചനയൊന്നും വേണ്ട, നമ്മളങ്ങ് തട്ടിവിട്ടേക്കുക. ഹല്ലേലൂയ. വിനയമുള്ളവൻ, ദർശനമുള്ളവൻ, താഴാഴ്മയുള്ളവൻ, ദൈവസനി സമർപ്പണമുള്ളവൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞു: യഹോവയായ കർത്താവേ, അത് നീ അറിയുന്നു. കണ്ടോ? കാരണം ഇത് ജീവിക്കണമെന്ന് ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ ശുശ്രൂഷയുടെ വലിപ്പമല്ല, അവൻ്റെ ഉന്നത ഭാവമല്ല, അവൻ്റെ നികളമല്ല, ആലയത്തിൻ്റെ വലിപ്പമല്ല, അവൻ കൊടുത്ത ദശാംശത്തിൻ്റെ കണക്കല്ല. അവൻ വിചാരിച്ചത് അവൻ്റെ ശുശ്രൂഷയിൽ ചിലതൊക്കെ ജീവിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഞാനോ കുറയണം. ഹല്ലേലൂയ. യേശുവിനിൽ വളരണം. യെഹെസ്കേൽ വിചാരിച്ചൊരു കാര്യമേ ഉള്ളൂ: ഞാൻ അങ്ങ് താണോട്ടെ, ദൈവത്തിന് താണോട്ടെ, ഈ അസ്ഥികളൊക്കെ ജീവിക്കണം. സ്തോത്രം. അപ്പൊ അവിടെ വായിക്കുന്ന ഇങ്ങനെ ഒരു കൊടിയ കാറ്റടിച്ചു, ഒരു മുഴുകിയ വലിയ കാറ്റ്. എന്നിട്ട് അവരെങ്ങനെ നിന്ന്? അവർ എഴുന്നേറ്റ് നിന്നു, ഒരു വലിയ സൈന്യമായി. ഹല്ലേലൂയ. അവർ എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ, അവരുടെ ഉള്ളിൽ ജീവൻ വെച്ചു. അസ്ഥിയും മാംസവും ഹല്ലേലൂയ എല്ലാം തൊക്കുമൊക്കെ വെച്ച് അവർക്ക് ജീവൻ വെച്ചു. അവർ എഴുന്നേറ്റു നിന്നു.
ഇന്ന് രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ ചിലതൊക്കെ ദേശത്ത് എഴുന്നേൽക്കണം. നമ്മുടെ മധ്യസ്ഥ കഴിയുമ്പോൾ ചിലതൊക്കെ ദേശത്ത് എഴുന്നേൽക്കണം. നമ്മുടെ അന്യഭാഷയുടെ പവറല്ല, ആത്മാവിൻ്റെ തിളക്കത്തോടെ ചിലതൊക്കെ എഴുന്നേൽക്കണം. ദേശം വിറയലോടെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തി ദേശത്തുണ്ടാകണം. അവിടെ പൈശാചികന്റെ കെട്ടുകളല്ല അഴിയേണ്ടത്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടണം. ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവോ വചനമൊക്കെ അവിടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. അവരെ ഭരിക്കുന്ന ചില ദുഷ്ടന്റെ ശക്തികൾ നാൾത്തോറും ദൈവവചനം കേട്ടിട്ട് മടങ്ങി വരാത്ത ചില ജീവിതങ്ങൾക്ക് ദൈവം ഈ നാളുകളിൽ ചില വിടുതൽ അയക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ദുഷ്ടന്റെ എല്ലാ പോരുകളും അല്ലെങ്കിൽ മാറിപ്പോവാൻ നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്നിട്ട് ജീവൻ ഉണ്ടാകണം. അപ്പൊ ജീവൻ നമ്മൾ നിന്ന് അസ്ഥികൾ പ്രവാചകന്റെ ഒരു വിനയത്വമായത് എനിക്കറിയില്ല കർത്താവേ. സ്തോത്രം. ജീവിക്കട്ടെ. നമ്മളൊക്കെ 3, 4 ഞങ്ങൾ പറയാനും കൂടെ മടിയാണല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ശുശ്രൂഷയൊക്കെ ഭയങ്കര, പക്ഷെ എന്തില്ല, അസ്ഥിയൊന്നും പോരാ. എൻ്റെ കാര്യം കൊണ്ടാ പറഞ്ഞേ. അസ്ഥികൾ ജീവിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. കർത്താവ് ഇതൊക്കെ ഒന്ന് ജീവൻ വെക്കട്ടെ, ഇതിനൊക്കെ ഒരു ദർശനമുണ്ടാകട്ടെ, ഇതിനൊരു വെളിപ്പാടുണ്ടാകട്ടെ. വിദ്യാസമ്പന്നതയുടെ മാർഗമല്ല, ആരോഗ്യത്തിൻ്റെ ക്രെഡിറ്റല്ല, സമ്പത്തിൻ്റെ വർധനവല്ല, നമ്മുടെ പ്രൗഢിയല്ല. പിന്നെയോ ഈ അഴുകിക്കിടക്കുന്ന, ഈ ജീർണിച്ച് കിടക്കുന്ന, അല്ലല്ലോ സുവിശേഷം കേട്ടിട്ടും മനസ്സിന് മാറ്റമില്ലാത്ത, ആലോചന കേട്ടിട്ടും മടങ്ങിവരവില്ലാത്ത ഈ ജീവിതത്തിന് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നെടുമ്പാട് വീണ് കരയണം. നെടുമ്പാട് വീഴണം. വീണ് ദൈവത്തോട് പറയണം, കർത്താവേ ജീവിച്ചേ പറ്റൂ, ഞാൻ ഇവിടെ വന്ന് ഇത്രയും നാളായി, ഇത് ജീവിച്ചേ മതിയാകുള്ളൂ. വചനം അയച്ച് ആ ജീവൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ. അപ്പം അതെന്തോ ഉള്ളിൽ ചൈതന്യം ഉണ്ടായി. അടുത്ത വാക്യം വായിച്ചാട്ടെ, ഞാൻ അർത്ഥം പോയാ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധിപജ്ഞകളെയും അങ്ങനെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. സ്തോത്രം. ഇതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. ഇതാ വചനം. അപ്പോൾ വചനം വായിച്ചെങ്കിൽ, വചനം കേട്ടെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരികയുള്ളൂ. സ്തോത്രം. ചില സഭകളിലൊക്കെ ഉണ്ട്, എത്ര ആലോചന കേട്ടാലും, വചനം കേട്ടാലും, പ്രവചനം കേട്ടാലും, അല്ലെങ്കിൽ യൗവനക്കാരുടെ യൗവനത്തിലെ സ്വഭാവങ്ങളൊന്നും അവർ മാറ്റിക്കളയില്ല. അല്ലെങ്കിൽ ചെറിയ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ ഉള്ള അനേക ഇടങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. അല്ലേ, ദൈവത്തിന് സ്തോത്രം. എന്താണ്? രക്ഷിക്കപ്പെടണം. നമുക്കൊറ്റ ദൂതേ പറയാറുള്ളൂ. ലോകത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മെ വിലപ്പെടുത്തുകയും നമ്മെ വളർത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. പെറ്റതള്ളേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തൊരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ, രക്ഷയ്ക്കായി നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ, ആത്മാവ് നഷ്ടമാകാതിരിക്കണമെങ്കിൽ വചനത്തിൽ കഴുകണം നമ്മളെ. ബലഹീനതകൾ ദൈവസേനയിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ പണിയുന്നത്. അവൻ പണിയാൻ നമ്മെ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി നമുക്കൊരിക്കൽ നമുക്ക് ചിന്തിച്ച് നോക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് നാളിതുവരെയുള്ള ജീവിതത്തിൽ
എന്തെങ്കിലും ക്രമപ്പെടുത്തി എടുക്കുവാനുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ദൈവജനമായിക്കോട്ടെ, ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാനായിക്കോട്ടെ, നമ്മളിൽ ഏതെങ്കിലും കറയോ വവയോ ചുളുക്കമുണ്ടെങ്കിൽ ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മാവ് അത് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു വലിയ വിടുതൽ ആവശ്യമാണ്. അവൻ നമ്മെ ശുദ്ധീകരിക്കുന്ന രാത്രിയായി തീരണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ 1 മണി കഴിഞ്ഞ് ഈ പ്രാർത്ഥന വിലയം ഈ ആലയം വിട്ടു പോകുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി കർത്താവ് ചോദിക്കുകയാ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇപ്പൊ പിടിച്ചത് വല്ലതുണ്ടോന്ന് ചോദിച്ചേ. നമ്മുടെ പാരമ്പര്യമൊന്നും കർത്താവിന് വിഷയമല്ല. അല്ലേ? ഈ കടലിന്റെ സ്ഥിതിയും ഗതിയൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിന് ആവശ്യം, കർത്താവ് പറയുന്നിടത്ത് വലയിടണം, കർത്താവ് പറയുന്നിടത്ത് ചെയ്യണം. കർത്താവ് പടയിൽ കയറാൻ പറഞ്ഞാൽ അവൻ പടയിൽ കയറും. അവൻ അല്ലെങ്കിൽ ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങുന്നതുമല്ല. അവൻ ഉണർന്നാൽ, അവൻ ഉറങ്ങിയാൽ അവനെ ഉണർത്തണം. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ജീവൻ ആവശ്യമാണ്. ക്രിസ്ത്യ ജീവിതം പരിശോധനയിൽ ജയിക്കണമെന്നൊരിൽ ദൈവിക ദർശനം ആവശ്യമാണ്. വചനത്തിൽ കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. അതെ, വെളിപ്പാടുകാരി പറയുന്നത് തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. സ്തോത്രം. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാ. നമ്മുടെ പുതിയ നഗരമെന്ന പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഇരിക്കുന്നവർ. 10 കന്യകമാർ ഒരുങ്ങിയിരുന്നില്ലേ അവർ അവരുടെ മണവാളിനെ എതിരേൽക്കുവാൻ? ഇന്ന് രാത്രി നമ്മളും അല്ലെങ്കിൽ ചില വിഷയങ്ങളുമായിട്ടൊക്കെ കാത്തിരിക്കാൻ പോവുകയാണ്. അരുമനാഥൻ്റെ ശബ്ദം കേൾക്കുവാൻ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ, നമ്മുടെ ആരാധനയിൽ ചെല്ലുമ്പോൾ, നമ്മുടെ വിശ്വാസ പോർക്കളത്തിൽ നമ്മൾ യുദ്ധം ചെയ്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ഈ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്. നമ്മെ തേടി വരുന്ന അരുമനാഥനുണ്ട്. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ കൂർത്തിരിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, വചനത്തിൽ ഉറച്ചു നിൽക്കണം. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നമ്മോടുകൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. ധാരാളം കാര്യങ്ങൾ ചിന്തയിൽ കടന്നു വരുന്നുണ്ട്. എങ്കിലും സമയപരിമിതിക്ക് മുമ്പിൽ ഞാൻ ദൈവത്തിനെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വചനമാണ് നമ്മുടെ ജീവൻ, വചനമാണ് നമ്മെ നടത്തുന്നത്. വചനം ആരാ? അരുമനാഥൻ്റെ ശക്തിയും ബലവും തേജസ്സും നിറഞ്ഞ കാൽവറി തകർക്കപ്പെട്ട കുഞ്ഞാട്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കോത്തളങ്ങൾ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ അവസാനത്തുള്ള രക്തം ഊറ്റി തന്നത് അരുമനാഥൻ്റെ ചിറകടിൽ നമ്മെ ചേർക്കുവാൻ, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരുക്കപ്പെട്ട ഹല്ലേലൂയ നമുക്ക് വേണ്ടി ക്രമീകരിക്കുവാൻ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരില്ല എന്ന് വാഗ്ദത്തം ചെയ്തവൻ അവൻ കടന്നുപോയി പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. അവിടെ ഇരിക്കാനാണ് എന്നെയും നിങ്ങളെയും അവൻ പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനമാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ആത്മീയത്തെ ശുദ്ധീകരിക്കണം, സഭയെ ഒരുക്കണം, മണവാട്ടിയെ ഒരുക്കണം. മണവാളിനെതിരേൽക്കുവാൻ മണവാട്ടി ഒരുങ്ങുന്നെങ്കിൽ മാത്രമേ കഴിയൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലും അല്ലേലിയ വളരെ ഒരുക്കമുള്ളവരായിരിക്കാൻ, അല്ലേലിയ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം വേർതിരിച്ചെന്ന സഭയ്ക്കും ദൈവദാസന്മാർക്കും അല്ലേലിയ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.